എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടീച്ചേഴ്സ് ഡേയുടെ പോസ്റ്ററാണ്. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പോസ്റ്ററിൻ്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം വീഡിയോയിലേക്ക് കിടക്കാം. 1:1 ആണ് നമ്മൾ ഇതിൻ്റെ റേഷ്യോ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഞാനൊരു 3 ഇമേജ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫോണ്ടായാലും ആ ഇമേജ് ആയാലും എനിക്ക് കിട്ടിയ സോഴ്സ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ പോസ്റ്റേഴ്സ് അത് എൻ്റെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ആണ് ഇന്നത്തെ പോസ്റ്റർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആ ഫോണ്ട് മാത്രം മതി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഇറേസ് ചെയ്തില്ല. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോകളിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സംശയമുള്ളവർ അത് ഫോളോ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞ് വൃത്തിയായിട്ട് അതിനൊരു കളർ കൊടുക്കുക. ഒരു ബ്ലൂ, ആ കളർ തന്നെ എടുക്കാം, ആ ബ്ലൂ തന്നെ കൊടുക്കാം. അതിനുശേഷം അത് ഹൈഡ് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ ഇമേജ് എടുക്കുന്നത് ആ പുസ്തകത്തിൻ്റെയാണ്. ആ പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗം കോപ്പി എടുത്തിട്ട് താഴത്തെ അക്ഷരങ്ങളൊന്നും വേണ്ട, അതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഇറേസ് ചെയ്ത്. ഓക്കെ കളഞ്ഞിട്ടുണ്ട്. അതൊന്ന് സെറ്റാക്കി വെക്കുക, ഒന്ന് അലൈൻ ചെയ്ത് വെക്കുക. അതും അതേപോലെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കുക. രണ്ടാമത്തത് വഴി കാണിച്ചു തന്നതിന് നന്ദി. അത്രയും പോർഷൻ മതി. നമുക്ക് ഈ ഫോണ്ടുകളൊന്നും നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന പിക്സൽ ലാബിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സൂത്രപ്പണികൾ ചെയ്താലേ നമുക്ക് അതിൽ നിന്നുള്ള പിക്കായാലും ഫോണ്ടായാലും എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഇതിനും ഒരു കളർ കൊടുക്കുക, ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതും ഹൈഡ് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്കൊരു ഷേപ്പ് എടുക്കുക. അത് മൊത്തത്തിൽ കവർ ചെയ്യുന്നൊരു ഷേപ്പ് എടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു കളർ, ഒരു ക്രീം കളർ, അപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേയുടെ ആ നേരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറില്ലേ, അതെടുക്കുക. അതെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ഇമേജായിട്ട് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് വഴി കാണിച്ച് തന്നതിന് നന്ദി, അത് ടോപ്പിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് അലൈൻ ചെയ്ത് വെക്കുക, സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഹാപ്പി ടീച്ചേഴ്സ് ഡേ അത് ഇച്ചിരി കുറച്ച് വലിപ്പം കൂട്ടി റിപ്ലേസ് ചെയ്യാം. അതിനുശേഷം ആ പുസ്തകത്തിൻ്റെത് അതിനെ തൊട്ട് താഴെയായിട്ട് നമുക്കത് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമുക്ക് ഒരു ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ആൾക്ക് വെറുതെ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ഫോണിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആ 3 ഇമേജും ഒരുപോലെ ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് അതിനെ കണ്ടില്ലേ, അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയില്ലേ, അവിടെ ഒരു വൈറ്റിംഗ് കൊടുത്താൽ നമ്മുടെ പോസ്റ്റർ റെഡി. പോസ്റ്റർ ഈസിയായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സേവ് ചെയ്യാം. അപ്പം ആ വീഡിയോ ഇഷ്ടമായ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പഠിക്കരുത്. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം.